തിരുവനന്തപുരം താലൂക്ക് ഓഫീസിലെ H1 സെക്ഷനിൽ ഉദ്യോഗസ്ഥരില്ല. ഉദ്യോഗസ്ഥർ SIR ഡ്യൂട്ടിക്ക് പോയെന്നാണ് മറുപടി. ഉദ്യോഗസ്ഥരില്ലാത്തതിനാൽ ഫയൽ വർക്കുകൾ കഴിഞ്ഞ 3 ആഴ്ചയായി പ്രതിസന്ധിയിലായിരിക്കുകയാണ്. അരുൺ സോളമനുണ്ട് വിവരങ്ങൾ നൽകാൻ. അരുൺ, കാര്യങ്ങൾ പ്രതിസന്ധിയിലാക്കി ഉദ്യോഗസ്ഥർ എങ്ങോട്ടാണ് പോയത്? ശ്രുതി, SIRമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ സമർപ്പിക്കേണ്ട അവസാനത്തെ ദിവസം കൂടിയാണെന്ന് കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് തിരുവനന്തപുരം താലൂക്ക് ഓഫീസിലെ H1 എന്ന് പറയുന്ന സെക്ഷനിൽ ഉദ്യോഗസ്ഥർ എത്താറില്ല എന്നുള്ളതാണ് നിലവിൽ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരാതിയും ആരോപണവും. അവിടെ എത്തിയപ്പോൾ നമ്മൾ കണ്ട കാഴ്ചയും ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, ഒരൊറ്റ ഉദ്യോഗസ്ഥൻ പോലും ഓഫീസിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അന്വേഷിച്ചപ്പോൾ തന്നെ പറയുന്നത് ഈ SIRമായി ബന്ധപ്പെട്ടുള്ള ജോലികൾക്കായിട്ട് പോയിരിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ ഈ താലൂക്ക് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇനി ഇവർ ഫെബ്രുവരി 2-ാം തീയതി മാത്രമേ ഓഫീസിൽ വരികയുള്ളൂ എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് സർവേ നമ്പർ അടക്കമുള്ള ഭൂരേഖയുമായി ബന്ധപ്പെട്ട് പല ആൾക്കാരും ഈ ഓഫീസിൽ കയറി ഇറങ്ങുന്നു. പക്ഷേ ഉദ്യോഗസ്ഥർ വരാറില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വസ്തുത. ഇതിൽ നെട്ടോട്ടം ഓടുന്നത് സാധാരണക്കാരാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെയും ഒരു വ്യക്തത ഈ വരുന്ന പൊതുജനങ്ങൾക്ക് നൽകിയിരുന്നില്ല. ഇന്നാണ് ഈ SIRമായി ബന്ധപ്പെട്ട ജോലിക്കാണ് ഈ ഉദ്യോഗസ്ഥർ പുറത്തു പോയിരിക്കുന്നുള്ള വിവരം നാട്ടുകാരടക്കമുള്ളവർ അറിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇനി ഫെബ്രുവരി 2-ന് ഈ ജോലികൾ ആരംഭിക്കില്ല. ഫെബ്രുവരി 13-ന് ശേഷം മാത്രമായിരിക്കും ഫയൽ വർക്ക് അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് ഉദ്യോഗസ്ഥർ കടക്കുക എന്നുള്ളതാണ് നിലവിൽ അറിഞ്ഞിരിക്കുന്നത്. കാരണം അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഒരു മാസത്തിലധികമായിട്ട് തിരുവനന്തപുരം താലൂക്ക് ഓഫീസിലെ ഉദ്യോഗസ്ഥർ താലൂക്ക് ഓഫീസിലെ ജോലികൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഇങ്ങനെ SIRമായി ബന്ധപ്പെട്ടുള്ള ജോലികൾക്ക് പോകുമ്പോൾ തന്നെ ഒരു പകരം സംവിധാനം ഈ താലൂക്ക് ഓഫീസുകൾ പോലുള്ള തദ്ദേശ സ്ഥാപനങ്ങൾ ഒരുക്കേണ്ടെന്ന ഉത്തരവാദിത്തം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കമുള്ളവർക്കുണ്ടായിരുന്നു. പക്ഷെ അതെന്തുകൊണ്ടാണ് പാലിച്ചില്ല എന്നുള്ളതാണ് നിലവിൽ നാട്ടുകാർ അടക്കമുള്ളവർ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. എന്തായാലും നിലവിൽ കഴിഞ്ഞ 3-4 ആഴ്ചയായിട്ട് പലരും താലൂക്ക് ഓഫീസിൽ വന്നു പോകുന്ന ഒരു അവസ്ഥയാണ് നിലവിൽ ശ്രുതി ഉണ്ടായിരിക്കുന്നത്. അരുൺ സോളമനാണ് വിശദാംശങ്ങൾ നൽകിയത്.